ഹലോ ഹായ് രാഗരഞ്ജിനി വോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് വരുന്നത്. ഇന്നെൻ്റെ മകളുടെ 21-ാം തണ്ണിയാണ്. 21-ാം തണ്ണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ട് കുളിപ്പിക്കുന്നൊരു ചടങ്ങാണ്. 12-ാം തണ്ണിക്കാണ് സാധാരണ ചെയ്യുന്നത്. എൻ്റെ മകളുടെ 21-ാം തണ്ണിക്കാണ് ചെയ്യുന്നത്. 12-ാം തണ്ണി കഴിഞ്ഞിട്ടും 21-ാം തണ്ണിക്കും ഇങ്ങനെ ആഘോഷങ്ങളുണ്ട്. പക്ഷേ സർജറിയുടെ ഒരു വ്യത്യാസം കാരണം യൂറിൻ ട്യൂബൊക്കെ എടുത്ത് മാറ്റിയത് 10-13 ദിവസം കഴിഞ്ഞിട്ടാണ്. അത് കോയമ്പത്തൂർ വെച്ചായിരുന്നു സർജറി കഴിഞ്ഞത്. അപ്പം മകൾ ഡോക്ടർ കാർത്തികയുടെ ആ ഒരു സജഷനിലാണ്, അഡ്വാൻസ് ആയിട്ടുള്ളൊരു സർജറിയാണ്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എൻ്റെ മോള് വീട്ടിലാണ്, അപ്പം അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. മോളുടെ വീട്ടിൽ വന്നു, ഒരുക്കാണ് കുട്ടിയെ തയ്യാറെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നോക്കിയ പേനൊക്കെ നോക്കി കാണുന്നു തോന്നുന്നു. പേനൊക്കെ നോക്കിയിട്ട് റെഡിയാക്കിയിരിക്കുകയാണ്. ഇതാണ് കയ്യില് സർജറി കഴിഞ്ഞവരുടെ കയ്യിൽ കെട്ടുന്നതാണ് കാപ്പ് കെട്ടുക എന്ന് പറയുന്നത്. ഇതൊരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നേ. അപ്പം ഇവിടെ ഞങ്ങൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ തയ്യാറെടുപ്പാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പുള്ള കാര്യങ്ങൾ. ചോറൊക്കെ ഇതെന്താണ്? മട്ടൻ്റെ ഇത് ലിവർ മേറെ എടുത്ത് മാറ്റിക്കൂടായിരുന്നു. അത് മാറ്റണം. ഓക്കെ, അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. രാവിലെ ദോശയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ദോശ കഴിച്ചു. ഞാൻ മാർക്കറ്റിലേക്ക് പോവാണ്. കുക്കർ വർക്കിംഗ് അല്ലേ? ആ, കുക്കർ വർക്കിംഗ്. ഇവര് തിരുവനന്തപുരത്ത് നിന്ന് ഡോക്ടർ ലക്ഷ്മി നായിക് ചേല, രഞ്ജിനി പിള്ള പരിവാർ, ശ്രീകുട്ടി നമിത ടിക്ടോക്ക് താരം വീട്ടിലേക്ക് എത്തി. അപ്പൊ വീട്ടിലേക്ക് കയറുകയാണ്. കൊണ്ടുവന്ന സാധനം എവിടെ? താഴെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. പിള്ളേർ എടുത്തോണ്ട് വന്നില്ലല്ലേ? ഒരു ലോഡ് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താന്നൊക്കെ അറിയണം. അവർ വന്ന് കയറി. ഇതാണ് മണിക്കുട്ടി. മണിക്കുട്ടിയുടെ ജലസ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. മണിക്കുട്ടിയുടെ വീട് കോട്ടയത്താണ്. ശബ്ദമില്ല. ഇതെന്റെ മോള് പ്രീതിയാണ്. എന്റെ മോള് പ്രീതിയാണ്. അതാണ് മണിക്കുട്ടി. ഇത് കണ്ടിട്ടില്ലേ? ഡോക്യുമെന്ററി ഒക്കെ കണ്ടിട്ടില്ലേ? ഇവിടെ ആടും പശുവിനെയൊക്കെ വളർത്തുന്നേ. ഇവളാണ് ആടും പശുവൊക്കെ വളർത്തുന്നത്. അഞ്ച് പശുവിനെ വിറ്റിട്ടാണ് സർജറി ചെയ്തേക്കുന്നത്. പശുവിനെ ആട്ടിനെയൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഓരോ പേരൊക്കെ അമ്മയും മക്കളും എല്ലാം കൂടെ കഥ പറയുകയാണ്. ഇത് വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ല അമ്മായിമ്മയോട്. വിശേഷങ്ങൾ പറയാം. ലൈറ്റ് ക്ലിയർ അല്ല. എന്താണ് നായ്ക്ക് താഴെ ഇരിക്കുക? അതിന് നായ്ക്ക് ഇപ്പൊ തുടങ്ങാം. പിന്നെ തുടങ്ങാതെ വണ്ടി പഞ്ചറായോ?
തീർച്ചയായിട്ടും എൻ്റെ പ്രിയ ഫ്രണ്ടായ ഹസ്ബൻഡിൻ്റെ 21-ാം തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരുടെ അനുഭവം എൻ്റെ കുഞ്ഞിന് വേണം. അപ്പം എല്ലാവരും വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കൊണ്ട് കാണിച്ചിട്ടുള്ള എല്ലാവരെയും കാണിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങാം. അപ്പൊ തുടങ്ങാനുള്ള തടങ്ങാണ്. ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല മഞ്ഞൾ, എണ്ണ, പൂവപ്പൊടി. അപ്പം ചടങ്ങിലേക്ക് കടക്കാണ്. ஒன்றே என்று உணர்த்தும் சமத்துவமே
திருநங்கை என்று இருபால் இணைந்தால் அதற்கேன் பிரிவினையே ஹார்மோன் சுரப்பில் நடக்கும் தவறே இருந்தும் பிறந்தோம் உயிரே கடவுள் கொடுத்த வாழ்க்கை ஒன்றே மனதால் பார்த்தால் நன்றே சிவன் சக்தி சேர்ந்த வரம் நீ குறைகள் இது இல்லை அறினே நம்பிக்கை அதுவே உனது பலமே ஒரு நாள் உந்தன் வாழ்க்கை விடியும் ஒரு மனமே பெண்ணும் மானும் ஒன்றே என்று உணர்த்தும் சமத்துவமே திருநங்கை என்று இருப்பால் இணைந்தால் அதற்கேன் பிரிவினையே இறைவன் படைக்க மறந்த ஓரினம் இந்த திருநங்கை அதனால் அர்த்தநாதீஸ்வரர் ஆதிசக்தி இனி ஆனது உண்மை உறவை துறந்து புறக்கம் இழந்து பழிக்கும் உலகம் அதையும் கடந்து உடையிலும் நடையிலும் நளினம் மாற்றம் அவளையும் பெண்ணாய் மதித்திட வேண்டும் காம பொருளாக நினைக்கிற வர்க்கம் மிருகங்கள் மத்தியில் அவளும் புனிதம் யாயது நினைத்தால் உனக்கு இருக்கு சாதிக்கும் ஆற்றல் உனக்கு இருக்கு நினைப்பை மாற்று நிமிர்ந்து காட்டு எல்லா துறையிலும் செயலை ஆற்று போற்று கிண்டல் கேலிகள் அது எதற்கு சமமாய் நடத்து தப்பு பண்ணிட்டோம்டா மச்சான் இங்க என்னடா பண்ணிக்கிட்டு இருக்கோம்? டேய் மச்சான் தப்புடா மச்சான் நிக்காதடா. முடியாங்கடா வாடா. டேய் நில்லுடா சொல்லிட்டு போங்கடா வாடா. மனிதனை பிறந்தாலும் பிறர் ஏளன பொருளானோ கஷ்டங்கள் சுமந்தாலும் இங்கு கருணை கேட்கின்றோம் சொந்தங்கள் இருந்தாலும் நடுவீதியில் தனியானோ வீதியில் தனியா